വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ BEd 4th സെമ്മിൻ്റെ സിലബസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ 5 പേപ്പേഴ്സാണ് വരുന്നത്. 3 കോമൺ പേപ്പറും 1 നമ്മുടെ സബ്ജക്റ്റ് പേപ്പറും പിന്നെ ഒരു എലക്റ്റീവുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പേപ്പർ നോക്കാം. ജെൻഡർ, സ്കൂൾ ആൻഡ് സൊസൈറ്റി. നമ്മൾ 40 മാർക്കിനാണ് എക്സാം, 10 മാർക്ക് ഇൻറ്റേർണൽ മാർക്കുമാണ് വരുന്നത്. ഒരു പേപ്പറിന് 50 മാർക്കാണ് വരുന്നത്. 2 മണിക്കൂറാണ് പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ യൂണിറ്റ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന പേപ്പറിലെ ആദ്യത്തെ യൂണിറ്റ് ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. ഇതിൽ ജെൻഡർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് സെക്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, ജെൻഡറും സെക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ജെൻഡർ റോൾ ഇൻ ഫാമിലി, കാസ്റ്റ്, റിലീജിയൻ ആൻഡ് കൾച്ചർ, പെട്രിയാർക്കി ആൻഡ് ജെൻഡർ, ഇതും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പെട്രിയാർക്കി ആൻഡ് ജെൻഡർ, സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഡിഫറെൻറ്റ് ഏജസ്, ആൻഷ്യൻ, മിഡീവൽ ആൻഡ് കൊളോണിയൽ. പിന്നെ ജെൻഡർ സെൻസിറ്റിവിറ്റി, ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ്, ഈ 2 ടേംസും ഇമ്പോർട്ടൻ്റ് ആണ്. ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ്, റാഡിക്കൽ ആൻഡ് ലിബറൽ, ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഭാഗമാണ്. ഓക്കെ, അതാണ് യൂണിറ്റ് 1 വരുന്ന പോർഷൻസ്. ഇനി അടുത്ത യൂണിറ്റ് 2 ജെൻഡർ ഇഷ്യൂസ് ഇൻ സ്കൂൾ, അതാണ് യൂണിറ്റ് 2 എന്ന് പറയുന്നത്. അതിൽ പ്രോബ്ലംസ് ഓഫ് വുമൺ ഇൻ കണ്ടംപററി ഇന്ത്യ, എക്സ്പീരിയൻസ് ഓഫ് ബീയിങ് എ ബോയ് ഓർ ഗേൾ, അൺഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ, ജെൻഡർ ഐഡൻറ്റിറ്റി കൺസ്ട്രക്ഷൻ ഇൻ സ്കൂൾ, distribution of roles and responsibility in classrooms and schools, child right violation among girls, role of school, peer, teacher, curriculum, textbook, classroom process and student teacher interaction in challenging gender inequalities, working towards gender equality in classroom. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 2 പഠിക്കാനുള്ളത്. ഇനി യൂണിറ്റ് 3 റീസെൻറ്റ് ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് ജെൻഡർ ആണ്. അതിൽ ജെൻഡർ, സ്കൂളിംഗ് ഓഫ് ഗേൾസ്, ഇനീക്വാലിറ്റീസ് ആൻഡ് റെസിസ്റ്റൻസ്, ഇഷ്യൂസ് ഓഫ് ആക്സസ്, റിട്ടൻഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ, സേഫ്റ്റി അറ്റ് ഹോം, സ്കൂൾ, ഹോം ആൻഡ് ബിയോണ്ട്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സെക്ഷൽ അബ്യൂസ് ഓർ വയലൻസ്, വെർബലൈസേഷൻ ഓഫ് സെക്ഷൽ അബ്യൂസ്, വയലൻസ്, ഇതും ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഒബ്ജക്റ്റിഫിക്കേഷൻ ഓഫ് ഫീമെയിൽ ബോഡി, അത് ചോദിക്കാറുണ്ട്. പ്രൊപ്പഗേഷൻ ഓഫ് പോപ്പുലർ ബിലീവ്സ് ത്രൂ മീഡിയ, ഫിലിം, അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സോങ്, റോൾ ഓഫ് ടീച്ചർ, കൗൺസിലർ, പാരൻറ്റ്, NGOs ആൻഡ് അതർ ഗ്രൂപ്പ്സ് ഇൻ റീഇൻഫോഴ്സിങ് ദ ജെൻഡർ പാരിറ്റി. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ യൂണിറ്റ് സ്കൂൾ ആൻഡ് ദ സൊസൈറ്റിയാണ്. സ്കൂൾ ആൻഡ് സൊസൈറ്റി, സ്കൂൾ ആസ് ആൻ ഏജ്, school as an agent of change, instrument of social change, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. സ്കൂൾ ആസ് ആൻ ഏജൻറ്റ് ഓഫ് ചേഞ്ചിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് ഓൺ ദ ഫങ്ഷനിങ് ഓഫ് സ്കൂൾ, ഗവൺമെൻറ്, എയ്ഡഡ്, അൺഎയ്ഡഡ്, മൈനോറിറ്റി, റെക്കഗ്നൈസ്ഡ് ആൻഡ് നോൺ റെക്കഗ്നൈസ്ഡ് സ്കൂൾസ്, ഇതും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ റോൾ ഓഫ് എഡ്യൂക്കേഷൻ, റോൾ ഓഫ് സ്കൂൾ ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി, സ്കൂൾ ആസ് എ മിനിയേച്ചർ സൊസൈറ്റി, ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. സ്കൂൾ ആസ് എ മിനിയേച്ചർ സൊസൈറ്റി, കമൻറ്റ് ഓൺ ദി സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. ഫങ്ഷൻസ് ഓഫ് സ്കൂൾസ് ഇൻ സൊസൈറ്റി, പിന്നെ റെസ്പോൺസിബിലിറ്റി ഓഫ് സൊസൈറ്റി ടുവേർഡ്സ് എഡ്യൂക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 4 വരുന്നത്. അപ്പോൾ ഇത്രയാണ് ജെൻഡർ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ആ ഒരു പേപ്പറിൽ വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.